എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യ സംവാദകൻ സോളമൻ, റൂസ്, മാത്യു, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംവാദമാണ്. പുതിയ നിയമത്തിലെ ദൈവം സ്നേഹമാണോ എന്നുള്ളതാണ് സംവാദത്തിന്റെ ടോപ്പിക്ക്. പുതിയ നിയമത്തില് അങ്ങനെ ഒരു ദൈവമില്ല, ദൈവം ഒന്നേ ഉള്ളൂ. അത് പുതിയ നിയമത്തിലായാലും ഏത് ഭൂഖണ്ഡത്തിലായാലും കാലഘട്ടത്തിലായാലും there is only one God എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിശ്വാസം. പിന്നെ ആ ദൈവത്തെ മനസ്സിലാക്കിയതും ആ ദൈവത്തെ പറ്റി എഴുതിയിരിക്കുന്നതും പലയിടത്തും പലരുടെ ചിന്തകളിലും വീക്ഷണകോണുകളിലും ഒക്കെ എഴുതി എന്നുള്ളതാണ് ഉള്ളത്. അപ്പൊ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനിയ സംവാദകൻ സോളമൻ എല്ലാ കാര്യങ്ങളൊക്കെ ന്യായങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോഡ് ഈസ് ലവ് എന്നുള്ളത് പുതിയ നിയമത്തിന്റെ ഒരു പ്രസ്താവനയാണ്. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഗോഡ് ഈസ് ലവ്. ക്രിസ്ത്യാനിറ്റി ലോകത്തിലേക്ക് വെക്കുന്ന അതിന്റെ ഒരു സ്ലോഗനാണത്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകും. ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ടാഗ് ലൈൻ. അപ്പൊ അതിന് യാതൊരു മാറ്റവും. ഇത് കാലാകാലങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദൈവം സ്നേഹമാണെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ട്? ദൈവം സ്നേഹമാണെങ്കിൽ അവിടെ മണ്ണിടിഞ്ഞത് എന്തുകൊണ്ട്? ദൈവം സ്നേഹമാണെങ്കിൽ മറ്റേ സ്ഥലത്ത് മഴ പെയ്തത് എന്തുകൊണ്ട്? ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ രോഗങ്ങൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, വ്യക്തിപരമായ നഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള പല കാരണങ്ങളെയും ചൂണ്ടിക്കാട്ടി കാലാകാലങ്ങളിൽ ആളുകൾ ദൈവത്തോട് കലഹിച്ചിട്ടുണ്ട്. Where was God when it hurts എന്ന് ഫിലിപ്പി ആൻസിയുടെ പ്രസിദ്ധമായ ഒരു ടൈറ്റിലുണ്ട്. ഞാൻ മുറിവേറ്റപ്പോൾ, എനിക്ക് വേദനിച്ചപ്പോൾ ഈ സ്നേഹവാനായ ദൈവം എവിടെയായിരുന്നു? അപ്പോ യേശുക്രിസ്തുവിന്റെ ഒരു പ്രസിദ്ധമായ വചനമുണ്ട്, എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. അപ്പൊ ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോ നമ്മൾ കരുതുന്ന വിധത്തിൽ സ്നേഹം എന്ന് പറയുമ്പോ എന്താണത്? ദൈവം സ്നേഹമാണ് എന്ന് പറയുന്ന പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പുത്രനെ ആണ് ദൈവം ഏറ്റവും അധികം സ്നേഹിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14, 15, 16, 17 4 അധ്യായങ്ങൾ വായിക്കുമ്പോ പിതാവായ ദൈവവും പുത്രനും തമ്മിലുള്ള ആ വലിയ ബന്ധത്തെ യേശുക്രിസ്തു വരച്ച് കാണിക്കുന്നു. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് മായ അളവറ്റ ആ സ്നേഹം ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. പിതാവായ ദൈവത്തിന്റെ സീമാതീതമായ സ്നേഹം പുത്രനിലേക്ക്, തത്വാര പുത്രന്റെ ജഡാവതാരമായ യേശു ക്രിസ്തുവിലേക്ക് വർഷിക്കപ്പെടും. ഇതാണ് യേശു ക്രിസ്തുവിന്റെ ക്ലെയിം. പുതിയ നിയമത്തിലെ ദൈവസ്നേഹത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോ പുതിയ നിയമത്തിന്റെ സെൻട്രൽ തീം അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തുവാണ് ഈ ഉപദേശമൊക്കെ പഠിപ്പിക്കുന്നത്. ദൈവം സ്നേഹമാണെന്നും ദൈവം കാരുണ്യവാനാണെന്നും ഒക്കെയുള്ള എല്ലാത്തിന്റെ പ്രോഫറ്റ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് അത് യേശുക്രിസ്തുവാണ്. അപ്പൊ ആ യേശുക്രിസ്തു പിതാവ് തന്നെ അഗാധമായി സ്നേഹിക്കുന്നെന്നും ഒരു കാരണവശാലും ഒരു കാലത്തും പിതാവ് തന്നെ കൈവിടില്ല എന്നും ഒക്കെ പറയുകയാണ്. അത് നമ്മൾ കാണുന്നത്, യേശുവിനെ കാണുന്നത് പിന്നെ കുരിശിലാണ്. വളരെ മുറിവേൽക്കപ്പെട്ട നിലയിൽ, പരിഹസിക്കപ്പെട്ട നിലയിൽ, അപമാനിതനായും നിന്ദിതനായും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും പലതരത്തിലാണ് വർണ്ണിക്കുന്നത്. കണ്ടാൽ ഒരു മനുഷ്യനെന്ന് പോലും തോന്നുകയില്ലാത്ത വിധത്തിൽ അത്രമാത്രം ഡീഷേപ്ഡ് ആയിട്ട് രൂപസൗകുമാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വികൃതമാക്കപ്പെട്ട ശരീരത്തോടെ കുരിശിൽ കിടക്കുന്ന യേശു കർത്താവ്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സിംബൽ. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ സ്ലോഗൻ ദൈവം സ്നേഹമാകുന്നു എന്ന സ്ലോഗനോടൊപ്പം നമ്മൾ ലോകത്തേക്ക് കാണിക്കുന്നത് ക്ഷതങ്ങളാൽ നിറഞ്ഞ ശരീരത്തോടു കൂടെ കിടക്കുന്ന യേശുക്രിസ്തുവിനെയാണ്. ഇതൊരു പാരഡോക്സ് ആയിട്ട് തോന്നും. വ്യക്തിപരമായ നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ,
ആപത്തുകൾ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു, ഇതെല്ലാം വെച്ചിട്ടാണ് ദൈവസ്നേഹത്തിൽ ആശങ്കയും സംശയവും ആളുകൾ പ്രകടിപ്പിക്കുന്നത്. ആ രൂപത്തിലുള്ള സംശയങ്ങൾക്കും യാതൊരുമില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഇതിന്റെ ലോഗോ എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ സ്ലോഗൻ ഗോഡ് ഈസ് ലവ് എന്നാണെങ്കിൽ അതിന്റെ ലോഗോ മുറിവേറ്റ് കിടക്കുന്ന ഒരു രൂപമാണ്, ക്ഷതങ്ങളാൽ നിറഞ്ഞ ഒരു രൂപമാണ്. അപ്പൊ ഇതൊരു പാരഡോക്സ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് പാരഡോക്സ് അല്ല. ഇതൊരു വിരോധാഭാസമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു വിരോധാഭാസമല്ല. ആ മുറിവേൽക്കപ്പെട്ട രൂപത്തിൽ ദൈവസ്നേഹം പ്രദർശിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മൾ ദൈവസ്നേഹത്തിന്റെ പൂരിപ്പിക്കലുകൾ, അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരുപാട് ഭാഗങ്ങൾ പൂരിപ്പിക്കാനുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സംശയങ്ങൾക്കും നമ്മുടെ ചോദ്യങ്ങൾക്കും ഉത്തരം ദൈവം നൽകുന്നത് God answers our questions on the cross. God removes our doubts on the cross. ആ കുരിശിൽ ദൈവം നമ്മുടെ സംശയങ്ങളെ റിമൂവ് ചെയ്യാണ്. ആ കുരിശിൽ ദൈവം നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. അപ്പൊ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോ അതിങ്ങനെ സ്നേഹമായിരിക്കണം എന്ന് നമ്മൾ ധരിച്ചത് കൊണ്ടും നമ്മൾ ശഠിച്ചത് കൊണ്ടും നമ്മൾ അതിൽ ഇടറിപ്പോയിരിക്കുകയാണ്. എന്നാൽ ദൈവം സ്നേഹമാകുന്നു എന്ന ആ മാധുര്യമേറിയ വചസ് നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെക്കേണ്ടത് കുരിശിലെ രൂപമാണ്. ആ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു എത്രമാത്രം പീഡിപ്പിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോ മുറിവുകളിലും സഹനങ്ങളിലും വെളിപ്പെടുന്ന ദൈവസ്നേഹം, കുറവുകളിലൂടെ വെളിപ്പെടുന്ന ദൈവസ്നേഹം. ഇവിടെ സ്നേഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും സമൃദ്ധിയിലും ആഡംബരത്തിലും ഒക്കെയാണ് ആളുകൾ സ്നേഹത്തെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പരിമിതികളിലും ഞെരുക്കങ്ങളിലും ഇല്ലായ്മകളിലും പരിഹാസങ്ങളിലും നിന്ദകളിലും ദൈവസ്നേഹം വെളിപ്പെടും. അപ്പൊ അവിടെ നമ്മൾ ഈ രണ്ട് രാത്രിയെ കാണുകയാണ്. ഒന്ന് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ രാത്രിയാണ്. ആ രാത്രി വളരെ ദാരിദ്ര്യത്തിന്റെ, പരാധീനതകളുടെ, പരിമിതികളുടെ ഒക്കെ രാത്രിയാണ്. ദൈവത്തിന്റെ സ്നേഹം ചട്ടുരൂപപ്പെടുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഭാഗ്യവതിയായ സ്ത്രീയും അവളെ സഹായിക്കാനായി അവളുടെ കൂടെ ഭർത്താവായിട്ടുള്ള യോസഫും ചേർന്ന് അവളുടെ പ്രസവത്തിന് വേണ്ടി ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. അവരെ ഭാഗ്യം തുണയ്ക്കുന്നില്ല. ഒരു വലിയ കലാമേളയോ കായികമേളയോ നടക്കുന്ന നഗരത്തിൽ ഒരു ഹോട്ടൽ റൂം തിരയുന്നത് പോലെ നമുക്ക് കിട്ടാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. പലയിടത്തും തിരക്കാണ്, ഒരു അക്കോമഡേഷൻ കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില ആനുകൂല്യങ്ങൾ കിട്ടാൻ വരുമ്പോ, ഫേവർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കാൻ വരുമ്പോൾ ദൈവസ്നേഹത്തിൽ സംശയം തോന്നുന്നു. ഇവിടെ നോക്കൂ, ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന സ്ത്രീയാണ്. ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന സ്ത്രീയെ കേവലം ഒരു ലോഡ്ജ് റൂം അന്വേഷിച്ച് പോയിട്ട് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൾ അവിടെ ദൈവസ്നേഹത്തിൽ സംശയമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അത്ര വലിയ ഒരു ആഡംബരമൊന്നുമല്ല, അത്ര വലിയൊരു അത്യാഗ്രഹമൊന്നുമല്ല. എന്നാൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രസവം അടുത്തിരിക്കാണ്, അടുത്ത ഏത് ഒരു മണിക്കൂറിനുള്ളിൽ പ്രസവിക്കേണ്ടതാണ്. അത്രമാത്രം ആസന്നമായിട്ട് നിൽക്കുന്ന, അത്യാസന്ന നിലയിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഒന്ന് പ്രസവിക്കാനുള്ള ഒരു മുറി, ഒരു മിനിമം ഫെസിലിറ്റിയാണ്. അതിന് പോലും ദൈവം അവിടെ ഒരു ഫേവറിറ്റിസം ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് അത് കിട്ടുന്നില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ രാത്രി ആ രാത്രിയാണ്. ദാരിദ്ര്യത്തിന്റെ, ഞെരുക്കത്തിന്റെ, അല്ലെങ്കിൽ ലക്കില്ലാഴിക എന്ന് വേണമെങ്കിൽ പറയാം. ഭാഗ്യം തുണയ്ക്കുന്നില്ല. അപ്പൊ ഭാഗ്യം തുണയ്ക്കാത്ത അനേക ആളുകൾ ദൈവസ്നേഹത്തിൽ സംശയിച്ചൊക്കെ ഇടറി പോയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ,
ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ച ആ സ്ത്രീയെ ആ രാത്രിയിൽ ഭാഗ്യം തുണച്ചില്ല, ഒരു ലോഡ്ജ് മുറി പോലും കിട്ടി. അവസാനം ഒരു കല്ലിന്റെ ഗുഹയിൽ പ്രസവിക്കേണ്ടി വന്നു എന്നാണ് സഭയുടെ പാരമ്പര്യം. പിന്നീട് ആ കുഞ്ഞിനെ കിടത്തുവാൻ കന്നുകാലി തൊഴുത്തിന്റെ പുൽക്കൂട്ടിൽ കൊണ്ട് കിടത്തി. അപ്പൊ ഈ വസ്തുലോകത്തിൻ്റെതായ എല്ലാ പരിമിതികളും ഇല്ലായ്മകളും അനുഭവിച്ചുകൊണ്ടാണ് എംബോഡിമെന്റ് ഓഫ് ഗോഡ്സ് ലവ്, ദൈവസ്നേഹം ജഡരൂപപ്പെട്ടത് കിടക്കുന്നു. രണ്ടാമത്തെ രാത്രി എന്ന് പറഞ്ഞാൽ താൻ കാണിച്ചു കൊടുക്കപ്പെട്ട രാത്രിയാണ്. താൻ കാണിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ പ്രിയ ശിഷ്യനായ യൂദ ഒരു ചുംബനത്താൽ തന്നെ ഒറ്റിക്കൊടുത്തു. ദ വേൾഡ് ഓഫ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളുടെ ലോകം ആടി ഉലയുകയാണ്, മുറിയുകയാണ്. ജനനത്തിന്റെ രാത്രിയിൽ മെറ്റീരിയൽ വേൾഡിന്റെ സ്കേഴ്സിറ്റി, ദാരിദ്ര്യം. അവസാനത്തെ രാത്രിയിൽ ബന്ധലോകം, ദ വേൾഡ് ഓഫ് റിലേഷൻഷിപ്പ്, എല്ലാം ബ്രോക്കൺ, എല്ലാം ലോസ്റ്റ് ആയി പോവാണ്. സ്നേഹിതന്മാർ കണ്ടിട്ട് മുഖം തിരിച്ചു കളയുന്നു, പരിചയക്കാർ കാണാത്ത ഭാവം നടിച്ചു പോകുന്നു. ഇതാണ് പ്രവാചകനായ ദാവീദ് രാജാവ് ഈ രംഗം ഭാവനയിൽ അല്ലെങ്കിൽ പ്രവചനത്തിൽ എഴുതി വെച്ചിരിക്കും, ദർശനത്തിൽ കണ്ടെഴുതുകയാണ്. ശിഷ്യന്മാർ, ഒരാൾ തള്ളിപ്പറയുന്നു, മറ്റൊരാൾ ഒറ്റിക്കൊടുക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ഓടി ഒളിക്കുന്നു, ഒറ്റപ്പെടുകയാണ്, ഐസൊലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ബന്ധങ്ങൾ മുറിഞ്ഞു പോണു. അപ്പൊ ദൈവസ്നേഹത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന പല ആളുകളും ബ്രോക്കൺ റിലേഷൻഷിപ്പ് നിമിത്തം, ബന്ധങ്ങൾ മുറിഞ്ഞു പോയ നിമിത്തം, മനുഷ്യ ബന്ധങ്ങളിൽ നിന്നുള്ള തിക്ത അനുഭവങ്ങൾ നിമിത്തം, ഉപേക്ഷിക്കപ്പെട്ടതിന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടതിന്റെയും നിരസിക്കപ്പെട്ടതിന്റെയും തിരസ്കരിക്കപ്പെട്ടതിന്റെയും ഒറ്റിക്കൊടുക്കപ്പെട്ടതിന്റെയും വഞ്ചിക്കപ്പെട്ടതിന്റെയും ചൂഷണം ചെയ്യപ്പെട്ടതിന്റെയും ഒക്കെ ഓർമ്മക്കുറിപ്പുകൾ എടുത്തിട്ടാ പറയുന്നത് ദൈവസ്നേഹമല്ല. ഇതാ നോക്കൂ, ദൈവസ്നേഹം ആൾരൂപമായി നിൽക്കുന്ന യേശു കർത്താവ് ഈ വേദനകളെ മുഴുവൻ അനുഭവിച്ചിട്ടാണ്. എന്നിട്ടാണ് യോഹന്നാസ്ലീഹ എഴുതുന്നത് ദൈവം സ്നേഹമാണ്. ആ കുരിശിന്റെ ചുവട്ടിൽ നിന്ന യോഹന്നാസ്ലീഹയാണ് പിന്നീട് തൂലിക എടുത്തിട്ട് എഴുതി വെച്ചത് ഗോഡ് ഈസ് ലവ്. അപ്പൊ ദൈവസ്നേഹത്തെ നമ്മൾ പ്രതീക്ഷിച്ചത് എങ്ങനെ, ദൈവസ്നേഹത്തെ നമ്മൾ ഗ്രഹിച്ചത് എങ്ങനെ, ദൈവസ്നേഹം നമ്മിൽ അനുഭവിക്കുവാൻ നാം ആഗ്രഹിച്ചത് ഏത് വിധം? ഇതാണ് പ്രോബ്ലം. നമ്മൾ ദൈവസ്നേഹത്തെ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണല്ല, ദൈവം സ്നേഹമല്ല എന്നുള്ളതല്ല, ദൈവം സ്നേഹം തന്നെ. അപ്പൊ പീഡനങ്ങളാകട്ടെ, കഷ്ടങ്ങളാകട്ടെ, സഹനങ്ങളാകട്ടെ, പിൽക്കാലത്ത് മാത്രം യേശു കർത്താവിന്റെ ഒരു ശിഷ്യനായി മാറിയ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം എഴുതുമ്പോ അതിനകത്ത് പറയുന്നുണ്ട്, എന്താണ് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയാൻ എന്തിനാണ് പറ്റുന്നത്? റോമാലേഖനത്തിൽ അദ്ദേഹം അതേ ആശയം പറയുന്നുണ്ട്, ദൈവസ്നേഹത്തെ ഉയർത്തിക്കൊണ്ട്. നത്തിങ് ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ഗോഡ്. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ ഒന്നിനും സാധിക്കില്ല. അദ്ദേഹം ഒരു വലിയ പട്ടിക കൊടുത്തിട്ട് പറയുകയാണ്, ഉയരമാകട്ടെ, ആഴമാകട്ടെ, മരണമാകട്ടെ, വാഴ്ചയാകട്ടെ, അധികാരമാകട്ടെ, ദൂതന്മാരാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നത്തിങ് ക്യാൻ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിടുവിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പൊ പൗലോസ്ലീഹായുടെ അഭിപ്രായം, ഇതിനൊന്നും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയില്ല. ആരായിരുന്നു പൗലോസ്ലീഹ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനൊന്നും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റാൻ കഴിയില്ല എന്ന് പറയുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ഞാന് ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമത, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി, ഇടതും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചു. ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നത് എന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. അപ്പൊ ദൈവസ്നേഹത്തെ അനുഭവിക്കുന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്
എത്രമാത്രം വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവം സ്നേഹമാണോ അല്ലയോ എന്നുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംവാദമല്ല. ദൈവസ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവസ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ ആളുകളുടെ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ പ്രതിസന്ധികളുടെയും വലിയ ഉപദ്രവങ്ങളുടെ ഒക്കെ നടുവിൽ യോഹന്നാൻ ശ്ലീഹ എഴുതി വെക്കുകയാണ്. അതിന്റെയൊക്കെ അനന്തരം എഴുതി വെക്കുകയാണ്. താൻ തിളച്ച എണ്ണയിൽ എറിയപ്പെട്ടു, ഒടുവിൽ പത്മോസിന്റെ ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു, പലവിധ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായി. അതിന്റെ ഒക്കെ ഇടയിൽ ഒരു പരാതിയും പിറുപിറുപ്പും ഇല്ലാതെ അദ്ദേഹം ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയാണ് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. അതുപോലെ തന്നെയാണ് പൗലോസ് ശ്ലീഹയുടെ അനുഭവം. അതുപോലെയാണ് ഈ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ ആളുകളുടെ എല്ലാം മനോഭാവം. അപ്പൊ ദൈവസ്നേഹമാകുന്നു എന്ന് പുതിയ നിയമം പറയുമ്പോൾ ദൈവം എങ്ങനെ സ്നേഹമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ വീഴ്ച വന്നവർക്കാണ് പലപ്പോഴും അതിനകത്ത് ഡിസ്പ്യൂട്ട് ഉള്ളത്. അത്തരത്തിൽ ഉള്ള ഒരു ഡിസ്പ്യൂട്ടിന്റെ ഒരു ശബ്ദമാണ് ബഹുമാനപ്പെട്ട എതിർ സംവാദകനായ സോളമനിൽ നിന്നും നമ്മൾ കേൾക്കുന്നത് എന്ന് ആണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് സോളമന്റെ പ്രസന്റേഷന്റെ ഡിസ്പ്യൂട്ട് പറയാനുള്ള ഒരു സെഷൻ അല്ലാത്തത് കൊണ്ട് അദ്ദേഹം വെച്ചിട്ടുള്ള വാദങ്ങൾക്ക് ഞാൻ ഈ സെഷനിൽ ഡിസ്പ്യൂട്ട് പറയുന്നില്ല. അതാണ് ഒരു ഡിബേറ്റിന്റെ മാന്യത. അദ്ദേഹം പല കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അടുത്ത നമ്മുടെ ഖണ്ഡനത്തിന്റെ സെഷനിൽ അദ്ദേഹത്തിന്റെ വാദങ്ങളെ എതിർവാദം പറയുന്നതായിരിക്കും. താങ്ക് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ ഷിബു പെരിക്കലിന്റെയും ബ്രദർ സോളമൻ ചേട്ടന്റെയും പ്രസന്റേഷൻ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് റിബറ്റൽ സെക്ഷനാണ്. അതിനു മുന്നേ താഴെ ഇരിക്കുന്ന മാന്യമഹാജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് സഭ്യമായ കമന്റ് ഇടണമെന്ന്